മക്കളെ, നീറ്റിന്റെ റിസൾട്ട് വന്നതിന് ശേഷം കുറെ കുട്ടികൾ ചോദിക്കുന്ന ഒരു സംശയമാണ് മിലിറ്ററി നേഴ്സിംഗ് സർവീസ് അഥവാ MNS അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നുള്ളത്. അപ്പൊ ഈ വീഡിയോയിൽ ഞാൻ ആ കാര്യത്തെ കുറിച്ചാണ് പറയുക. MNS അഥവാ മിലിറ്ററി നേഴ്സിംഗ് സർവീസ്, അതായത് BSc നേഴ്സിംഗ് കോഴ്സാണ് ഇൻ ആംഡ് ഫോഴ്സ് മെഡിക്കൽ സയൻസ്. അപ്പോൾ ആംഡ് ഫോഴ്സ് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ അല്ലെങ്കിൽ ആംഡ് ഫോഴ്സ് മെഡിക്കൽ സയൻസിന് കീഴിൽ MNS അഥവാ മിലിറ്ററി നേഴ്സിംഗ് സർവീസ് പ്രോഗ്രാമിനുള്ള കാര്യങ്ങൾ മാത്രമാണ് ഈ വീഡിയോയിൽ പറയുക. അപ്പൊ ഇതിന്റെ എലിജിബിലിറ്റി എന്താണെന്ന് ചോദിച്ചാൽ 2025 നീറ്റ് ക്വാളിഫൈ ചെയ്തിട്ടുണ്ടാവണം. ക്വാളിഫൈ ആയാൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇത്ര മാർക്ക് വേണമെന്നില്ല, അതായത് ഇത്ര മാർക്ക് കിട്ടിയാലേ അപ്ലൈ ചെയ്യാവുന്നില്ല. ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. അവര് സ്ക്രീനിങ് ടെസ്റ്റ് വിളിച്ച് അതിനുള്ളിൽ നിന്നാണ് അഡ്മിഷൻ എടുക്കുക എന്ന് മാത്രം. ഇനി അതിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, പെൺകുട്ടികൾക്ക് മാത്രമാണ്. ആൺകുട്ടികൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല, പെൺകുട്ടികൾക്ക് മാത്രമാണ്. അത് അൺമാരീഡ് ആയിരിക്കണം, വിവാഹം കഴിക്കാത്തവരായിരിക്കണം, അല്ലെങ്കിൽ ലീഗലി സെപ്പറേറ്റഡ് ആയിരിക്കണം, വിവാഹം കഴിച്ചതിന് ശേഷം ഡിവോഴ്സ് ആയവരാവണം, അല്ലെങ്കിൽ വിധവകളായിരിക്കണം. ഈ 3 കൂട്ടർക്കും അപ്ലൈ ചെയ്യാം, പക്ഷെ ബാധ്യതകൾ ഉണ്ടാവരുത്. അപ്പൊ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അൺമാരീഡ് ആയിരിക്കണം, അല്ലെങ്കിൽ ലീഗലി ഡിവോഴ്സ്ഡോ വിഡോ ആയിരിക്കണം, ബാധ്യതകൾ ഉണ്ടാവാൻ പാടില്ല. അങ്ങനെയുള്ള പെൺകുട്ടികൾക്ക് മാത്രമാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. അപ്ലൈ ചെയ്യേണ്ട സൈറ്റ് എന്ന് പറയുന്നത് joinindianarmy.nic.in. ഈ സൈറ്റ് വഴിയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. മുമ്പ് നമ്മൾ ആംഡ് ഫോഴ്സ്, അതായത് AFMC MBBS വേണ്ടി ആയിരുന്നെങ്കിൽ നിങ്ങൾ MCC വഴിയായിരുന്നു. ഇവിടെ അങ്ങനെയല്ല, നിങ്ങൾ സെപ്പറേറ്റ് അപ്ലൈ ചെയ്യണം. അതിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പൊ നിലവില് ഈ നോട്ടിഫിക്കേഷൻ വന്ന ഇന്ന് ഞാൻ ആ സൈറ്റ് നോക്കുമ്പോൾ അത് ഓപ്പൺ ആയിട്ടില്ല. മേ ബി അത് സൈറ്റ് ഇഷ്യൂ ആവാം. അത് അവർ ഡേറ്റ് ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ റെഗുലർലി ചെക്ക് ചെയ്യണം. എപ്പോഴാണോ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുക അപ്പൊ നിങ്ങൾ അപ്ലൈ ചെയ്യാം. ഇനി നിങ്ങളുടെ ഏജ് എങ്ങനെയായിരിക്കണം എന്ന് ചോദിച്ചാൽ, ഒക്ടോബർ 1, 2000 തുടങ്ങി സെപ്റ്റംബർ 30, 2008 ജനിച്ചവരായിരിക്കണം. അതായത് 2000 ഒക്ടോബർ 1 2008 സെപ്റ്റംബർ 30 ഉള്ളിൽ ജനിച്ചവരായിരിക്കണം. ഈ 2 ഡേറ്റ് ഉൾപ്പെടെയാണ് ഇതിനുള്ളിൽ ജനിച്ചവരായിരിക്കണം. +2 പാസ്സായിട്ടുണ്ടാവണം. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ, ആദ്യ അറ്റംപ്റ്റിൽ തന്നെ +2 പാസ്സായ കുട്ടിയായിരിക്കണം. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇംഗ്ലീഷ് ഇത് 4 പഠിച്ചിട്ടുണ്ടാവണം. ഇത് 4 കൂടി ചേർത്ത് 50% മാർക്കും ഉണ്ടാവണം. അപ്പൊ നീറ്റ് ക്വാളിഫൈ ആയിരിക്കണം. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇംഗ്ലീഷ് 50% മാർക്ക് ഉണ്ടാവണം. +2 ഫസ്റ്റ് അറ്റംപ്റ്റിൽ പാസ്സായ കുട്ടിയായിരിക്കണം. ഇനി SC, ST അതുപോലെ NCC C സർട്ടിഫിക്കറ്റ് കിട്ടിയ കുട്ടികൾ അവരുടെ ഡോക്യുമെന്റുകൾ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. SC, ST ഒക്കെ ആണെങ്കിൽ സെൻട്രൽ പർപ്പസിലുള്ളതും, NCC C സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ അത് അങ്ങനെ തന്നെ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഇനി ടോട്ടൽ സീറ്റ് നോക്കുക. ടോട്ടൽ സീറ്റ് പൂനെയിൽ 40 സീറ്റ് ഉണ്ട്, കൊൽക്കത്തയിൽ 30 സീറ്റാണ്, മുംബൈയിൽ 40 സീറ്റാണ്, ഡൽഹിയിൽ 30 സീറ്റ്, ലക്നൌവിൽ 40 സീറ്റ്, ബാംഗ്ലൂരിൽ 40 സീറ്റ്, അങ്ങനെ ടോട്ടൽ 220 സീറ്റിലേക്കാണ് ഈ അഡ്മിഷൻ നടക്കുക. ഇത് അപ്ലൈ ചെയ്യാനുള്ള ഞാൻ സൈറ്റ് പറഞ്ഞു. നിങ്ങൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഒരു 200 രൂപ 200 റുപ്പീസ് രജിസ്ട്രേഷൻ ഫീ ആണ്. SC, ST കാൻഡിഡേറ്റിന് ആ രജിസ്ട്രേഷൻ ഫീ ഇല്ല. ബാക്കിയുള്ളവർ 200 രൂപ രജിസ്ട്രേഷൻ അടച്ചിട്ട് വേണം ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ആവാൻ. അത് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽ +2 സർട്ടിഫിക്കറ്റ്, 10th സർട്ടിഫിക്കറ്റ്, നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ഇങ്ങനെയുള്ള ബേസിക് ഡോക്യുമെന്റുകളൊക്കെ ഉണ്ടാവണം. അതേപോലെ നിങ്ങൾ ഈ ഫീ ഓൺലൈൻ ഒക്കെ പേ ചെയ്ത് കഴിയുമ്പോഴാണ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആവുക. ആ പ്രൊസീജിയർ സാധാരണ നമ്മൾ ഒരുപാട് ആപ്ലിക്കേഷൻ ചെയ്തുകൊണ്ട് നമുക്കത് ധാരണയുണ്ടാവും. അപ്പൊ അതാണ് പ്രൊസീജിയർ. ഇനി എങ്ങനെയാണ് സെലക്ഷൻ നോക്കുക. ഈ ഇങ്ങനെ അപ്ലൈ ചെയ്യുന്ന കുട്ടികൾ, അതായത് MNSന്റെ ഈ ജോയിൻ ഇന്ത്യൻ ആർമി എന്നുള്ള സൈറ്റിൽ അപ്ലൈ ചെയ്യുന്ന കുട്ടികളെ ശ്രദ്ധിക്കുക. അങ്ങനെ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു സ്ക്രീനിങ് ലിസ്റ്റ് അവർ പബ്ലിഷ് ചെയ്യും. ആ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന കുട്ടികളെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ വിളിക്കും. നിങ്ങളുടെ +2 ഡോക്യുമെന്റും നിങ്ങളുടെ കമ്മ്യൂണിറ്റി ഡോക്യുമെന്റുകളും ഒക്കെ വെരിഫൈ ചെയ്യും. അതിനുശേഷം ടെസ്റ്റ് ഓഫ് ജനറൽ ഇന്റലിജൻസ് ആൻഡ് ജനറൽ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു എക്സാം ഉണ്ടാവും. ആ എക്സാം കമ്പ്യൂട്ടർ ബേസ്ഡ് ആണ്. 40 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. 40 ക്വസ്റ്റ്യൻ നിങ്ങൾ 30 മിനിറ്റ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യണം. ആ 40 ക്വസ്റ്റ്യനിൽ ശരിയായിരിക്കുന്ന ഓരോന്നിനും നിങ്ങൾക്ക് 2 മാർക്ക് കിട്ടും. തെറ്റിയാൽ 0.5 നെഗറ്റീവ് ആണ്. അപ്പൊ ഇങ്ങനെ ഉള്ള മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യും. അതുപോലെ സൈക്കോളജിക്കൽ അസസ്മെന്റ് ആൻഡ് ഇന്റർവ്യൂ ഉണ്ടാവും. മെഡിക്കൽ ആൻഡ് ഫിസിക്കൽ എക്സാമിനേഷൻ ഉണ്ടാവും. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുക. അപ്പൊ നീറ്റ് ക്വാളിഫൈ ചെയ്തിട്ടുണ്ടാവണം, ഈ എക്സാം ക്വാളിഫൈ ചെയ്തിട്ടുണ്ടാവണം, സൈക്കോളജിക്കൽ അസസ്മെന്റും ഇന്റർവ്യൂവും പാസ് ആയിട്ടുണ്ടാവണം, മെഡിക്കൽ ആൻഡ് ഫിസിക്കൽ എക്സാമിനേഷൻ പാസ് ആയിട്ടുണ്ടാവണം. ഇതൊക്കെ ഉണ്ടെങ്കിലാണ് അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക. അതിനുശേഷമാണ് അതിൽ നിന്ന് മെറിറ്റ് ലിസ്റ്റ് തയ്യാറാക്കുക. ഇനി വെയിറ്റേജ് ഉണ്ടാവും. മാർക്കൊക്കെ NCCയിൽ ഉണ്ടായിരുന്നവർക്ക് വെയിറ്റേജ് ഉണ്ട്, സ്പോർട്സിൽ ഉണ്ടായിരുന്നവർക്ക് വെയിറ്റേജ് ഉണ്ട്. വാർഡ് ഓഫ് ഡിഫൻസ്, അതായത് ഡിഫൻസിൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്നവരോ മുമ്പ് വർക്ക് ചെയ്തവരോ ഡിഫൻസിൽ വിട്ട് മരണപ്പെട്ടു പോയവരോ അങ്ങനെയുള്ളവർക്കൊക്കെ എന്താണ്, അങ്ങനെയുള്ള കുട്ടി അല്ലെങ്കിൽ അങ്ങനെയുള്ള പേരൻസ് ഉള്ള അല്ലെങ്കിൽ അവരുടെ മക്കൾക്കൊക്കെ സ്പെഷ്യൽ വെയിറ്റേജും ഉണ്ടാവും. അപ്പൊ ഇതാണ് MNSുമായിട്ട് ബന്ധപ്പെട്ട് പറയേണ്ട കാര്യങ്ങൾ. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ സൈറ്റിലൂടെ അപ്ലൈ ചെയ്യണം.
ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. ഈ പറഞ്ഞ എലിജിബിലിറ്റി ഉള്ള കുട്ടികൾക്കൊക്കെ അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യാൻ രജിസ്ട്രേഷൻ ഫീ പറഞ്ഞു, എങ്ങനെയാണ് അവിടെ ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കുക എന്ന് പറഞ്ഞു. അതിനുശേഷം നിങ്ങൾക്ക് പീരിയോഡിക്കലി ഇങ്ങനെ അപ്ഡേറ്റ് ഉണ്ടാവും. അതിനുശേഷം നിങ്ങൾ സെലക്ട് ആയാൽ നിങ്ങൾ പോയി ബാക്കി ഫീ പേയ്മെന്റും ഡോക്യുമെന്റ് സബ്മിഷനും ഒക്കെ നടത്തി അഡ്മിഷൻ എടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പൊ ഇനി ബാക്കി പ്രൊസീജിയർ വരുന്ന മുറയ്ക്ക് ഞാൻ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യാം. കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് കമന്റ് ബോക്സിൽ പിൻ ചെയ്യാം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.